ഡീസൽ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഇന്ധനവില വർധന എല്ലാവരിലും വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഈ പോക്ക് എവിടെ ചെന്നെത്തിക്കുമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരെ കുത്തനെ ഉയരാൻ ഈ കുതിച്ചുകയറ്റം ഇടയാക്കും. സാധാരണക്കാരുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. ജീവിത സാഹചര്യങ്ങളെ അപ്പാടെ തകിടം മറിക്കാൻ കെൽപ്പുള്ളതാണ് പടിപടിയായുള്ള ഈ വില വർധന. അപ്പോൾ പിന്നെ ഈ ആശങ്കയിൽ കഴമ്പില്ലെന്ന് എങ്ങനെ പറയാനാവും? ഇനിയും വില കൂടുമോ എന്ന ചങ്കിടിപ്പിന് അർത്ഥമുണ്ട്. രാജ്യത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ 4ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിപണിയിലെ അസ്ഥിരത ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും ക്രൂഡ് ഓയിൽ വിപണിയെ അസ്ഥിരതയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കത്തിലുണ്ടായ തടസ്സം ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ആഗോള ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. അതിനാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വളരെ നിർണായകമാണ്. പശ്ചിമേഷ്യയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഈ കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം സാരമായി തടസ്സപ്പെട്ടു. ഇത് ആഗോള വിപണിയിലെ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഈ അനിശ്ചിതാവസ്ഥ ബ്രെന്റ് ക്രൂഡിന്റെ കുത്തനെയുള്ള വില വർധനവിലേക്കാണ് എത്തിച്ചത്. 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ചിലവ് വർദ്ധിപ്പിക്കാൻ ബ്രെന്റ് ക്രൂഡ് വില ഉയർന്നത് കാരണമായി. ആഗോള വിതരണത്തിലുണ്ടായ തടസ്സങ്ങളും അന്താരാഷ്ട്ര വിലയിലെ വർധനവും ആഭ്യന്തര ഇന്ധന നിരക്കിനെ നേരിട്ട് ബാധിക്കും. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തും ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടും വില കൂട്ടാതെ പിടിച്ചു നിർത്തിയത് വഴി ഉണ്ടായ നഷ്ടം നികത്താൻ പൊതുമേഖലാ കമ്പനികൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞിരുന്നു. താൽക്കാലികമായി $100 താഴെ എത്തിയിരുന്നു. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധന ഇന്ത്യൻ ഇന്ധന വിതരണക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നതാണെന്നാണ് നിരീക്ഷണങ്ങൾ. മുമ്പ് പ്രതിദിനം 1000 കോടി രൂപയോളം ഉണ്ടായിരുന്ന കമ്പനികളുടെ മൊത്തം നഷ്ടം തുടർച്ചയായ വില വർധനവിലൂടെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി മാറിയിട്ടില്ല. ബ്രെന്റ് ക്രൂഡ് വില ദീർഘകാലത്തേക്ക് $100 താഴെയായി സ്ഥിരപ്പെടുത്താതിരുന്നാൽ ഇനിയും വില വർധനവിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തലിനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആഗോള എണ്ണ വിലയിൽ നേരിയ കുറവിന് കാരണമായേക്കുമെന്നാണ് പ്രതീക്ഷ. സുരക്ഷാ ഭീഷണികൾ, ഇൻഷുറൻസ് ആശങ്കകൾ, നാവിക സംഘർഷങ്ങൾ എന്നിവ കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം കടുത്ത തടസ്സം നേരിടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിൽ പരിഹാരമുണ്ടായാൽ പോലും സാധാരണ നില കൈവരിക്കാൻ സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും ഇനിയും വില വർദ്ധിപ്പിച്ചേക്കുമോ എന്ന കാര്യത്തിൽ ജനങ്ങളുടെ ചങ്കിടിപ്പ് ഏറുകയാണ്.